രാജ്യം നൽകുന്ന ആദരവാണ് പത്മ പുരസ്കാരങ്ങൾ. ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരം. ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നത്. പത്മ പുരസ്കാരത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എഴുതിയതാണിത്. ചിലർക്ക് പുരസ്കാരം നൽകാത്തതാണ് കോൺഗ്രസ് നേതാവിനെ ചൊടിപ്പിച്ചത്. ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാകണമെന്നതിൽ തർക്കമില്ല. 1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. 4 നൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി. പി. ഭാസ്കരൻ മാഷിന്റെയും ONVയുടെയും സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി പത്മ പുരസ്കാരത്തിന് എന്നേ അർഹൻ. എന്താണ് പുരസ്കാര പട്ടികയിൽ ആ പേരില്ലാത്തത് എന്ന സതീശന്റെ ചോദ്യവും ന്യായമാണ്. ചോദിക്കാൻ കോൺഗ്രസ് നേതാവിന്റെ അനർഹതയാണ് പ്രശ്നം. മമ്മൂട്ടി അവിടെ തന്നെ നിന്ന 4 നൂറ്റാണ്ടിനിടയിൽ 10 വർഷം കോൺഗ്രസിന് കേന്ദ്രഭരണം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പത്മഭൂഷൺ, പത്മവിഭൂഷൺ പട്ടികയിൽ പേര് വന്നില്ല? സതീശന്റെ എഴുത്ത് കണ്ടാൽ 1998 കോൺഗ്രസ് ആണ് മമ്മൂട്ടിക്ക് പത്മശ്രീ നൽകിയതെന്ന് തോന്നും. ഐക്യ ഗുജറാൾ സർക്കാർ ഭരിക്കുമ്പോൾ പ്രഖ്യാപിച്ച പുരസ്കാരം നൽകിയപ്പോൾ ഭരിച്ചിരുന്നത് AB വാജ്പേയി, ശുപാർശ ചെയ്തത് തമിഴ്നാട്. 1966 സിനിമാ രംഗത്ത് വന്ന ശ്രീകുമാരൻ തമ്പി സർവകലാവല്ലഭനായി നിറഞ്ഞു നിന്ന കാലത്തെല്ലാം കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രഭരണത്തിൽ. എന്നിട്ടും എന്തുകൊണ്ട് ആ പേര് പത്മശ്രീ പട്ടികയിൽ പെടുത്തിയില്ല? ശ്രീകുമാരൻ തമ്പിക്ക് പത്മ പുരസ്കാരം ലഭിക്കണമെന്ന കാര്യത്തിൽ സംശയമുള്ളവർ BJPയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നത് BJP നേതാക്കൾ പരിശോധിച്ചാൽ അത് ന്യായം. 1954 മുതൽ നൽകി വരുന്ന പത്മ പുരസ്കാരം മലയാളത്തിലെ സിനിമാ പ്രവർത്തകന് കിട്ടുന്നത് 20ാം വർഷമാണ്. 1973 തിക്കുറിശ്ശി സുകുമാരൻ നായർക്ക്, 2 വർഷം കഴിഞ്ഞപ്പോൾ KJ യേശുദാസിന് ലഭിച്ചു. അടൂർ 1984, അരവിന്ദൻ 1990, ഭരത് ഗോപി 1990, ബാലചന്ദ്രമേനോൻ 2007, തിലകൻ 2009, റസൂൽ പൂക്കുട്ടി 2010, ഷാജിയൻ കരുണൻ 2011, മധു 2013, കൈതപ്രം 2021 എന്നിവരാണ് കേരളത്തിന്റെ പട്ടികയിൽ പത്മശ്രീ കിട്ടിയ സിനിമാക്കാർ. 1998 മമ്മൂട്ടിക്കും 2001 മോഹൻലാലിനും പത്മ കിട്ടിയത് തമിഴ്നാടിന്റെ ശുപാർശയിലാണ്. 2003 സുകുമാരിയും, 2005 ചിത്രയും, 2006 ശോഭനയും, 2011 ജയറാമും തമിഴ്നാടിന്റെ ശുപാർശയിൽ പത്മ അവാർഡ് ലഭിച്ച മലയാള താരങ്ങളാണ്. സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശ മാനദണ്ഡമാക്കിയായിരുന്നു നേരത്തെ പുരസ്കാരം നൽകി വന്നിരുന്നത്. 1975 പത്മശ്രീ കിട്ടിയ യേശുദാസിന് പത്മഭൂഷൺ കിട്ടിയത് 27 വർഷങ്ങൾക്ക് ശേഷം 2022, അതും തമിഴ്നാടിന്റെ ശുപാർശയിൽ. യേശുദാസിന് പുറമെ പത്മഭൂഷൺ ലഭിച്ച മലയാള സിനിമാക്കാർ പ്രേം നസീറും മോഹൻലാലും KS ചിത്രയും മാത്രം. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പരിഗണിക്കാതെ പുരസ്കാരം നിശ്ചയിച്ചു തുടങ്ങിയ ശേഷമാണ് മോഹൻലാലിനും ചിത്രയ്ക്കും പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ച ഒരേയൊരു മലയാള സിനിമാക്കാരൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. സാഹിത്യകാരന്മാരുടെ കാര്യമെടുത്താൽ വള്ളത്തോളാണ് ആദ്യമായി പത്മ കൊണ്ടുവന്ന മലയാള സാഹിത്യകാരൻ. 1954 വള്ളത്തോളിന് പത്മഭൂഷൺ ലഭിച്ചു. 14 വർഷത്തിന് ശേഷം G. ശങ്കരക്കുറുപ്പ് പത്മഭൂഷൺ അർഹനായി. വിദ്യാഭ്യാസവും സാഹിത്യവും ഒന്നായി ചേർത്താണ് പുരസ്കാരം നൽകിയിരുന്നത്. മനോരമ ചീഫ് എഡിറ്റർ KM ചെറിയാൻ 1971, പോത്തൻ ജോസഫ് 1973, K. സുകുമാരൻ 1973, തകഴി 1985, ബാലാമണിയമ്മ 1987, KM മാത്യു 1998, DC കിഴക്കേമുറി 1999, KM ജോർജ് 2001, OV വിജയൻ 2003, MD വാസുദേവൻ നായർ 2005, MV പൈലി 2006, ഫാദർ ഗബ്രിയേൽ പൈലി 2007, ശ്രീധരമേനോൻ 2009 എന്നീ 15 മലയാളികൾക്കാണ് സാഹിത്യ വിഭാഗത്തിൽ പത്മഭൂഷൺ കിട്ടിയത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പത്മശ്രീ നൽകിയതാണ് മമ്മൂട്ടിക്ക് നൽകാതിരുന്നതിനൊപ്പം വലിയ പാപമായി ആഘോഷിക്കുന്നത്.
പത്മ പുരസ്കാരം ഏർപ്പെടുത്തി ആദ്യ 3 പതിറ്റാണ്ടിനിടയിൽ പത്മശ്രീ നൽകിയത് ആകെ 6 പേർക്ക്. ആദ്യ തവണ മനോരമ ചീഫ് എഡിറ്റർ KM ചെറിയാന് 1965, കോളേജ് പ്രിൻസിപ്പൽ PM ജോസഫ് 1967, കാലിക്കറ്റ് സർവകലാശാല ഹിന്ദി വിഭാഗം മേധാവി മാലിക് മുഹമ്മദ് 1973, CBSE ചെയർമാൻ ജസ്യൂട്ട് പാതിരി തോമസ് V കുന്നുങ്കൽ 1974, കേരള സർവകലാശാല പ്രസിദ്ധീകരണ വിഭാഗം മേധാവി മാത്യു കുഴിവേലി 1975, വൈക്കം മുഹമ്മദ് ബഷീർ 1982 എന്നിവരായിരുന്നു അവർ. പിന്നീട് 20 പേർക്ക് കൂടി സാഹിത്യ പത്മശ്രീ ലഭിച്ചു. ഭാഷാ ചരിത്ര ഗവേഷകൻ ശൂരനാട് കുഞ്ഞൻപിള്ള, ഭാഷാ ചരിത്രകാരൻ KM ജോർജ്, മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു, കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി, നിരൂപകൻ ഡോക്ടർ വെള്ളായണി അർജുനൻ, നിരൂപക ഡോക്ടർ M ലീലാവതി, കവയിത്രി സുഗതകുമാരി എന്നിവർക്കും കോൺഗ്രസ് ഭരണത്തിൽ പത്മശ്രീ ലഭിച്ചു. ONV, K അയ്യപ്പ പണിക്കർ, P പരമേശ്വരൻ, പുരുഷോത്തമ മല്ലയ്യ, അക്കിത്തം, ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ, ബാലൻ പൂത്തേരി, P നാരായണക്കുറുപ്പ്, ഡോക്ടർ CI ഐസക് എന്നിവർക്ക് കോൺഗ്രസ് ഇതര സർക്കാരുകളും പത്മശ്രീ നൽകി. ഇത്തവണ ഗൗരി ലക്ഷ്മി ഭായ്, ഗുരു നാരായണ പ്രസാദ്, P ചിത്രൻ നമ്പൂതിരി എന്നീ 3 പേർക്കും സാഹിത്യ വിഭാഗത്തിലാണ് പത്മശ്രീ. സാഹിത്യ വിഭാഗത്തിൽ പത്മയിലെ പരമോന്നത പുരസ്കാരം പത്മവിഭൂഷൺ ലഭിച്ചത് 4 പേർക്ക് മാത്രം. ഡോക്ടർ ജോൺ മത്തായി 1959, ഡോക്ടർ KN രാജ് 2000, ONV കുറുപ്പ് 2011, P പരമേശ്വരൻ 2018 എന്നിവർ. തിരിച്ചറിവുണ്ടാകാൻ ലഭിച്ചവരുടെ സംഭാവനകൾ എന്തെന്ന് വിലയിരുത്തിയാൽ മതി. ഒരു കുടുംബത്തിലെ 3 പേർക്ക് പത്മ കിട്ടിയ അപൂർവതയും കേരളത്തിനുണ്ട്. KM ചെറിയാൻ, KM മാത്യു, മാമൻ മാത്യു. മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർമാർ. ചെറിയാനും മാത്യുവും സഹോദരന്മാർ. മാത്യുവിന്റെ മകൻ മാമൻ. ചെറിയാന് പത്മശ്രീയും പത്മഭൂഷണും. മാത്യുവിന് പത്മഭൂഷൺ, മാമന് പത്മശ്രീ. ഇവരുടെ മഹത്തായ രചനകൾ ഏതാണ്? തലയെടുപ്പുള്ള മാധ്യമ പ്രവർത്തകരായിരുന്ന പത്രാധിപർ K സുകുമാരനും പോത്തൻ ജോസഫിനും പത്മഭൂഷൺ ലഭിച്ചിട്ടും സ്വന്തം പേരിൽ നിരവധി പുരസ്കാരങ്ങൾ രചിച്ചിട്ടുള്ള MB രവീന്ദ്രകുമാറിന് പത്മശ്രീ പോലും കിട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നത് എന്നാണ് VD സതീശൻ പറയുന്നത്. അവസാനം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ നൽകിയ പുരസ്കാരങ്ങൾ അത് ശരിവയ്ക്കും. 2010 സാമൂഹ്യ സേവന വിഭാഗത്തിൽപ്പെടുത്തി പത്മശ്രീ നൽകിയത് മേളം പറമ്പിൽ കുര്യൻ ജോസഫിന്. മേളം കറി മസാലയുടെ ഉടമയ്ക്ക് പുരസ്കാരം നൽകിയതിന് പറഞ്ഞ കാരണം അദ്ദേഹം നിരവധി ആശുപത്രികളിൽ സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നു എന്നതാണ്. യൂസഫ് അലി 2008, CK മേനോൻ 2008, അസാദ് മൂപ്പൻ 2011 എന്നിവർക്കും സാമൂഹ്യ സേവകർ എന്ന നിലയിൽ കോൺഗ്രസ് ഭരണകാലത്ത് പത്മശ്രീ കിട്ടി. പത്മ പുരസ്കാരം കിട്ടുന്നവരെ പ്രാഞ്ചിയേട്ടന്മാരായി കാണുന്ന മനോഗതി രൂപപ്പെട്ടത് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ ദശകത്തിൽ പത്മ പുരസ്കാരങ്ങളുടെ സമ്പ്രദായം പൂർണ്ണമായും മാറി. ഇപ്പോഴത് ജനകീയ പത്മയായി മാറി. പത്മ പുരസ്കാര സമ്പ്രദായത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് സ്വയം നാമനിർദ്ദേശം ചെയ്യാൻ അവസരമുണ്ട്. അടിത്തട്ടിലുള്ളവരുമായി ഇടപഴകി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രവർത്തിച്ച നിരവധി നാട്ടുകാർക്ക് ഇത്തവണയും പത്മ പുരസ്കാരം ലഭിച്ചു. പ്രചോദകരമായ ആളുകളുടെ ജീവിതയാത്രയെക്കുറിച്ചറിയുവാൻ രാജ്യത്തുടനീളം വളരെയധികം ആകാംക്ഷയുണ്ട്. പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരക്കാർ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നു. പത്മ അവാർഡ് ജേതാക്കളിൽ ഭൂരിഭാഗവും അവരവരുടെ മേഖലകളിൽ അതുല്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പത്മ പുരസ്കാര ജേതാക്കളിൽ ഓരോരുത്തരുടെയും സംഭാവനകൾ രാജ്യത്തിന് പ്രചോദനമാണ്.